ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ആഗ്രയുടെ വളരെ ഫേമസ് ആയ ഒരു സ്വീറ്റാണ് ആഗ്ര പേഠ. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്നത് കുമ്പളങ്ങയും കൊണ്ടാണ് ഈ ഒരു ആഗ്ര പേഠ തയ്യാറാക്കുന്നത്. കുമ്പളങ്ങ കഴിക്കാത്തവർ വരെ ഈ ഒരു സ്വീറ്റ് കഴിച്ചു പോകട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയും നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ആഗ്ര പേഠ നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ മൂത്ത കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. തൊണ്ട് വൈറ്റ് ഒരു ഭാഗം വരില്ലേ, നമ്മൾ തൊടുമ്പോഴത്തേക്കും ചോപ്പ് പോലെ വൈറ്റ് ഒരു ടെക്സ്ചർ ഉണ്ടാവും. അപ്പോൾ അതുപോലെ മൂത്ത കുമ്പളങ്ങയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്കിത് നടുവ് ഇതുപോലെ മുറിച്ചതിന് ശേഷം നോക്കിക്കോളൂ, നമ്മൾ ഈ കുരു എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി 2 ഇഞ്ച് അളവിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഔട്ട് സൈഡ് പാർട്ടൊന്ന് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഈ വീണ്ടും നമ്മൾ നടുവിൽ നിന്നൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നടുക്കുള്ള സീഡ് ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചെറിയ സ്ക്വയർ പീസസിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ക്യൂബ്സ് ആക്കി ബാക്കിയെല്ലാം കുമ്പളങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പ്രിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഫോർക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു ഈർക്കലി വെച്ചോ നന്നായിട്ടൊന്ന് പ്രിക്ക് ചെയ്തെടുക്കാം. കാരണം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുമ്പോൾ പഞ്ചസാര ലൈനിയെല്ലാം നന്നായിട്ട് ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പ്രിക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ആദ്യം എടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണ് നമ്മുടെ ചുണ്ണാമ്പാണ് കേട്ടോ. വെറ്റയൊക്കെ മുറുക്കുമ്പം ചുണ്ണാമ്പ് എടുക്കില്ലേ, ആ ഒരു ചുണ്ണാമ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു ഏകദേശം 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ നമുക്ക് ഈ ഒരു ചുണ്ണാമ്പ് വെള്ളത്തിൽ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങ നല്ല ഹാർഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇത് പിറ്റേ ദിവസമാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഒരു 5-8 തവണ നന്നായിട്ട് വാഷ് ചെയ്യണം. ചുണ്ണാമ്പിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5-6 തവണ വാഷ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 5-8 തവണ നന്നായിട്ട് വാഷ് ചെയ്തൊരു ബൗളിലോട്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമനുസരിച്ച് നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ളത് വെള്ളം, ഇതൊന്ന് കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ നമ്മുടെ വെള്ളത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുമ്പളങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തിളയ്ക്കുന്നതിന് മുന്നേ ആഡ് ചെയ്യാൻ പാടില്ല, തിളച്ചതിന് ശേഷമാണ് നമ്മുടെ കുമ്പളങ്ങ ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ട്രാൻസ്ലൂസെൻ്റ് ആവുന്ന സമയം വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ദാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മതി കേട്ടോ നമ്മുടെ ഈ ഒരു കുമ്പളങ്ങ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ നോക്കിക്കോളൂ, നന്നായിട്ട് ട്രാൻസ്ലൂസെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിൽ നല്ല തണുത്ത വെള്ളം എടുക്കുക. ഐസ്ഡ് വാട്ടറോ അല്ലെങ്കിൽ നല്ല തണുത്ത ടാപ്പ് വാട്ടർ എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മുടെ തണുത്ത വെള്ളത്തിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അത് ഒന്നുകൂടെ വേവാണ്ടിരിക്കാനാണ് നമ്മൾ തണുത്ത വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് അത് മാറ്റി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു കടായി എടുക്കാം. കടായിലോട്ട് 1/2 കിലോ പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ട് കേട്ടോ. 1/2 കിലോ എൻ്റെ അളവിൽ വെച്ച് നിങ്ങളുടെ കിലോ അനുസരിച്ച് 1/2 കിലോ എടുത്തോളൂ. അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ആ സമയത്ത് നമുക്ക് ഒരു 3 ഏലക്കായും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏലക്കായുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ ഒന്ന് പഞ്ചസാര ലൈനി ഒന്ന് ബോയിൽ ആയതിനു ശേഷം വെള്ളത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങ നമ്മുടെ പഞ്ചസാര ലൈനിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് പഞ്ചസാര ഒരു 2 നൂൽ പരുവം ആവുന്നിടം വരെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നമ്മുടെ പഞ്ചസാര എല്ലാം വറ്റി നല്ല 2 നൂൽ പരുവത്തിൽ നമ്മുടെ ഈ ഒരു പഞ്ചസാര ലൈനി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാറ്റി വെക്കുമ്പോൾ തന്നെ നമ്മുടെ പഞ്ചസാര സ്ലൈസ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമ്മുടെ ഒരു കറക്റ്റ് ഫോം. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഓരോന്നായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫാനിൻ്റെ കീഴിൽ നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നോക്കിക്കൊള്ളു, നല്ല ജ്യൂസി ഫോമിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കുമ്പളങ്ങ, അതായത് ആഗ്ര പേഠ റെഡി ആയിട്ടുണ്ട്.
പെർഫെക്റ്റ് ആണ്. അധികം നമുക്ക് സമയമൊന്നും എടുക്കില്ല. വീട്ടിൽ കുമ്പളങ്ങ ഒക്കെ ഇഷ്ടം പോലെ കഴിക്കാറുണ്ട്. അല്ലെ പുറമിൽ നിന്ന് വാങ്ങിയാലും അധികം പൈസ ചിലവില്ലാത്തൊരു സ്വീറ്റാണ്. ധാരാളം മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റും കൂടെയാണ്. അപ്പോൾ കുമ്പളങ്ങ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആഗ്ര പേറ്റ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. കുമ്പളങ്ങ കഴിക്കാത്തവർ വരെ കഴിച്ചു പോകും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. നമ്മൾ പുറമെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ, ആഗ്രയിലൊക്കെ പോകുമ്പോൾ ദിവാലി ടൈമിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻ ടൈമിൽ അവർ ഒരു ബോക്സിൽ സ്വീറ്റ്സ് തരുമ്പോൾ അതിൻ്റെ ഒപ്പത്തിൽ തന്നെ ഈ ഒരു ഫേമസ് ആയ സ്വീറ്റ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും കൂടെ ആഗ്ര പേറ്റ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനലൊന്ന് ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.